മക്കളെ, ഈ ഓട്ടിസമുള്ള മക്കളുണ്ടാവും, ഹൈപ്പർ ആക്ടിവിറ്റി, അവരൊക്കെ നിങ്ങൾ ഓർക്കണം. ഇപ്പോഴാണ് അകലങ്ങളിൽ ദൂരങ്ങളിൽ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓട്ടിസം ഉള്ളവരാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തി അവരുണ്ടെങ്കിൽ അവിടെ പിടിച്ച് നിർത്താം. അല്ലെങ്കിൽ ഈ ഉടമ്പടി എപ്പോഴാണ് ഇനിയും നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടാൻ പറ്റും, ആ സമയത്ത് നിങ്ങളെ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മൊബൈൽ ഓൺ ചെയ്ത് ഈ സെയിം പ്രാർത്ഥന എടുത്ത് നിങ്ങളെ വിശ്വാസപ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ ശിരസ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. എല്ലാ രോഗികളും അങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് രോഗികളെ അടുത്ത് കിട്ടുന്നത്, ആ സമയത്ത് വിളിച്ച് അടുത്ത് നിർത്തി മൊബൈൽ ഓൺ ചെയ്ത് നിങ്ങൾ ഈ പ്രാർത്ഥന ഓൺ ചെയ്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന കേട്ട് കൂടെ പ്രാർത്ഥിക്കേണ്ടതാണ്. എപ്പോഴും ഓട്ടിസം ഉള്ളവർ അവരുടെ കുഞ്ഞുങ്ങളെ ഓർക്കേണ്ടതാണ്. ഇവിടെ തീർത്ഥാടന ഉടമ്പടിയായിട്ട് ഇവിടെ നിൽക്കുന്നവർ ഓർക്കുക. അവൻ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ മക്കളെ വേദന അനുഭവിക്കുന്ന ഒരു രോഗമാണ്. എനിക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓട്ടിസം കൂടുന്നതെന്ന് അറിയത്തില്ല. വിവാഹപ്രായം കൂടുന്നവരിലാണിത് കണ്ടുവരണത് കൂടുതലായിട്ട്. എല്ലാവരും അല്ല, കുറേ പേര് വിവാഹപ്രായം ചില കാര്യങ്ങൾ കൊണ്ട് മാറ്റിവെക്കുന്നവരിൽ ഇത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ പരിഹരിക്കണമേ. പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. നമ്മുടെക്ക് ദൈവം നൽകിയിട്ടുള്ള ശാസ്ത്രബോധം ഉണ്ടല്ലോ, അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ശാസ്ത്രബോധത്തിലൂടെയും ദൈവം തന്നെയാണ് പ്രവർത്തിക്കണമെന്ന് ഓർക്കണം. അത് ശാസ്ത്രം വേറൊരു സബ്ജക്റ്റ് അല്ല. ദൈവം മനുഷ്യന് കൊടുത്ത ബുദ്ധിയിൽ നിന്നുണ്ടായ ഒരു ഉൽപ്പന്നമാണത്. അപ്പം നമുക്കൊരു ബുദ്ധിയില്ലേ, അതിൽ നിന്നല്ലേ നമുക്ക് വിവേചനവും നന്മതിന്മ അറിയാൻ പറ്റണത്. അതുപോലെ തന്നെയാണ് ശാസ്ത്രം. മനുഷ്യൻ്റെ ഉൽപ്പന്നമാണത്, ദൈവം കൊടുത്തിട്ടുള്ള കൃപയാണ്. നമുക്കത് ഫോളോ ചെയ്യണം. അത് നന്മയ്ക്ക്, ആത്മാവിനെ നഷ്ടപ്പെടുത്താതെയാണ് ശാസ്ത്രബലങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതേ ഉള്ളൂ. നമുക്ക് എന്ത് ഉപയോഗിക്കാമല്ലോ, ശാസ്ത്രമാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കരുത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയോ ഇല്ലയോ, നിത്യതയിൽ എത്തിച്ചേരാൻ പറ്റുകയോ ഇല്ലയോ, അതിനെക്കുറിച്ച് നിത്യതയുടെ പുസ്തകം കർത്താവിൻ്റെ വചനം എന്നാ പറയണമെന്ന് നോക്കിയിട്ട് വേണം ആ വചനത്തിൻ്റെ വ്യാഖ്യാനവും പുനർക്കാലത്തെ വ്യാഖ്യാനവും സഭയുടെ നിലപാടും ഒക്കെ. അങ്ങനെയാണ് സഭയുടെ നിലപാടൊക്കെ നമുക്ക് പ്രാധാന്യമാകുന്നത്. അങ്ങനെയാണ് വചനത്തിൻ്റെ കാലികമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് പറയേണ്ടത്. ഈ കാലത്തിൽ വചനം സഭയെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് സഭയുടെ പഠനങ്ങൾ, അതിവിശുദ്ധമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് സഭയുടെ പഠനങ്ങൾ എന്താണെന്ന് നോക്കുന്നത്. അല്ലാതെ ഈ ജീവിതമേ ഉള്ളു, വയറ് തന്നെയാണ് ദൈവമെന്നും പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് സഭയുടെ പഠനങ്ങളൊന്നും വലിയ വിഷയമല്ല. പക്ഷേ നിത്യത വരെ പോകണമെന്ന് ചിന്തിക്കുന്നവർ സഭയുടെ പഠനങ്ങൾ എന്താണ് ഈ വിഷയത്തിലൊന്ന് നോക്കുവർ. നിങ്ങൾ തൻ്റെ മുമ്പാകെ വിശുദ്ധിയിൽ ജീവിക്കാനല്ലേ നമ്മളോട് പറഞ്ഞിരിക്കണം. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം അതാണല്ലോ. അപ്പോൾ ആ വഴിക്കാണ് നമ്മൾ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത്. ഇപ്പം ജോലിയില്ലാത്തവരച്ഛൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ എടുത്ത പൊങ്ങാത്ത കടമുള്ളവർ, ഭ്രാന്തന്മാരായ മക്കളുള്ളവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അപ്പനും അമ്മയൊക്കെ അടിച്ചു കൊല്ലാൻ, ഉറങ്ങാൻ പേടിയായി വീട്ടിൽ കിടന്ന്. ഈ മൃഗം ചാടി എഴുന്നേറ്റ് നമ്മളെ കൊന്നുകളയുമെന്നുള്ള അമ്മമാർ, പെറ്റ അമ്മമാർ തന്നെ പേടിക്കണ അവസ്ഥകളുണ്ട്. അവരെല്ലാം നിങ്ങളൊന്ന് കണ്ണീരോടെ ഓർത്തേ. കുറേ പേര് ഉടമ്പടി ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ. മക്കളെ പേടിച്ച് ജീവിക്കുന്നവർ, മക്കളുടെ തെറ്റായ പ്രണയബന്ധം, ഭ്രാന്ത് കയറിയിട്ടില്ല. ചില പ്രണയഭ്രാന്ത് വരും. പ്രണയം ചിലർക്ക് ഭ്രാന്തായി പോകത്തില്ലേ, അതിനാണ് ഈ കൈവിഷം എന്നൊക്കെ ആൾക്കാർ ചുമ്മാ പറയണത്. പ്രണയഭ്രാന്ത. അപ്പം അതിനകത്ത് കുറേ പെൺപിള്ളേർ പെട്ടെന്ന് വശത്തായി കളയും. ഇവിടെ വിദ്യാഭ്യാസമൊന്നും അത് വർക്ക് ചെയ്യത്തില്ല. അപ്പം ഈ വികാരം ഈ വിദ്യാഭ്യാസത്തിന് മുകളിലാണ് പലപ്പോഴും. അതുകൊണ്ടാണ് ഈ വലിയ വലിയ പഠിപ്പുള്ളവരൊക്കെ ചുമ്മാ പോയി അകപ്പെട്ടു പോണതിൻ്റെ കാര്യം അതാണ്. അപ്പം അതൊക്കെ നിസ്സാരമല്ല. പിന്നെ
എപ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പോകുന്നില്ലല്ലോ, അതെപ്പോഴും ഓർക്കണം. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് പോകുന്നവരുണ്ട്. പെമ്പിള്ളേരൊക്കെ ബിയർ അടിച്ച് തുടങ്ങുന്നവരുണ്ട്. പിന്നെ അതിനുശേഷമാണ് പിന്നീട് വേറെ കാര്യങ്ങളൊക്കെ അവരെ കൈകാര്യം. അവർ പിൻസീറ്റ് ഡ്രൈവിങ് നടത്തുന്ന വല്ല പൂവാലന്മാരുണ്ടെങ്കിൽ അവനൊക്കെ പറയണ കേട്ട് അടിപ്പെട്ട് വിദ്യാഭ്യാസം പോയി, ജീവിതവും പോയി, ചിന്തയും പോയി. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ സെക്സൈറ്റെ കണ്ട് മലീമസമായി വൃത്തികേടായി തല കിളിപോയി നടക്കുന്ന പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ ഉണ്ട്. അവരുടെ അമ്മമാരും അപ്പന്മാരും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. മാതാവേ, അവരെല്ലാം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് ചത്തനായനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുക. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ജീവിതം ലൈഫ് നഷ്ടപ്പെട്ട് മറ്റ് ലഹരിക്ക് അടിപ്പെട്ടു പോയവർ, ചുമ്മാ നിഗൂഢമായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നവർ കർത്താവേ, അവരെല്ലാം കർത്താവെ മരികുരീത്തിനെ പോലെ കർത്താവെ അവരെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ശക്തി അവരിലേക്ക് ഒഴുകണമേ. എല്ലാവിധ തിന്മയുടെ തകർച്ചയിൽ അകപ്പെട്ടു പോയവർ, ഭർത്താക്കന്മാരുണ്ടാകാം, ചിലപ്പോൾ ഭാര്യമാർ വരെ ഉണ്ടാകാം, അല്ലെങ്കിൽ മക്കളുണ്ടാകാം, മോശമായ സാഹചര്യങ്ങളിലും ചിത്തയായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയി, ശീലങ്ങളിൽ അകപ്പെട്ടു പോയി കർത്താവിൻ്റെ അവിടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരക തടസ്സങ്ങളും മാരക ശീലങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ജീവിത തടസ്സ മേഖലകളിലും ആത്മാവിന്റെ ശക്തി നിറയുവാൻ കരുണയാകണം. ഈ ആഴ്ചയിൽ 3 സാക്ഷ്യങ്ങള് ഏതാണ്ട് ഒരേ ദൈവ മനസ്സ് വെളിപ്പെടുത്തുന്ന 3 സാക്ഷ്യങ്ങളുണ്ടായി. അത് 3 സാക്ഷ്യങ്ങളുടെ ഒരു നേച്ചർ പറയാം. സാക്ഷ്യങ്ങൾ ഈ ആഴ്ചയിൽ ഒത്തിരി ഉണ്ടായി. അതല്ല, ഞാൻ 3 സാക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് പെക്യുലറായിട്ടുള്ള ഒരേ നേച്ചർ കീപ്പ് ചെയ്യുന്ന ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂരാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യമാണ്. ക്രിസ്റ്റി ജോസഫ് ചെറുപ്പക്കാരനാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യം അയാൾ പറയണത്, എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ആ സാക്ഷ്യമാണ് എന്നെ വളരെ സ്പർശിച്ചത്. എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അവിശ്വാസിയൊന്നുമല്ല, പക്ഷേ എനിക്ക് ദൈവവുമായിട്ട് പേഴ്സണൽ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വാസ നിഷേധിയൊന്നുമല്ല. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടതാണ്, എനിക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഒരു അവയർനെസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ വന്നല്ല അദ്ദേഹം പറയണത്. ഉടമ്പടി എടുത്തപ്പോൾ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അല്ലെങ്കിൽ വളരെ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണിത്. ക്രിസ്റ്റി ജോസഫ് ഒരു മിടുക്കനായ ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ല വിദ്യാഭ്യാസത്തിൽ കുതിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിനൊരു ഫ്ലോപ്പില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് 90% മാർക്ക് എല്ലാത്തിലും കൂടുതലുള്ള ആളാണ്. അപ്പോൾ അയാൾ IELTS പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ താനിങ്ങനെ എല്ലാത്തിനും പോകുന്ന ആളാണ്. അയാൾ അത് കണ്ടൻ്റ് ആൻഡ് കോൺഫിഡൻ്റ് ആണ്. അതാണ് പ്രശ്നം. ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് മേ ബി എ ട്രാജഡി. നമ്മുടെ ഒരു ട്രാജഡി എന്ന് പറയണത് ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് തന്നെയാണ്. അതുതന്നെയാണ് ധനവാനെന്ന് പറയണത്. നമ്മൾ പറയുന്ന പണക്കാരനല്ല ധനവാൻ, ബൈബിളിലെ ധനവാൻ. ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരവസ്ഥ മാനസികമായി തോന്നുന്ന ആൾക്കാർ ധനവാന്മാരാണ്. അതിനാണ് പോർ സ്പിരിറ്റ് മത്തായി ശ്ലീഹ പറയണത്, ആത്മന ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വെച്ചാൽ
എനിക്കൊന്ന് വിരൽ ഞൊടിക്കണമെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ കനിയണമെന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരാണ് ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് എനിക്കില്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. അതാണ് ആധ്യാത്മികതയുടെ ആദ്യ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങൾ ഒന്നാണ് റിജോയ്സ് ആൻഡ് ഹൗസ് ഇറ്റ് ഇസ് സ്വീറ്റ് വിത്ത് ദ ലോർഡ്. എന്ത് മധുരമുള്ളതാണ് കർത്താവെന്ന്. കർത്താവ് ബേസിക്കലായിട്ട് ദൈവത്തിൻ്റെ രുചി എന്താണ്? മധുരമാണ്. കവർപ്പല്ല, ചവർപ്പല്ല, കയ്പല്ല. The basic taste of Jesus is sweetness. The basic taste of Jesus is not bitterness. കയ്പല്ല, കവർപ്പല്ല, ചവർപ്പല്ല. ഇറ്റ് ഈസ് സ്വീറ്റ്നെസ്, മധുരമാണ്. ദാറ്റ് മീൻസ് ദൈവ പൈതലേ, നിൻ്റെ ജീവിതം ഇപ്പോഴും ഉറ്റവർ മരിച്ചു പോയ ഒരു അവസ്ഥ ആകാം, അല്ലെ കടങ്ങൾ വന്നിട്ട് ജപ്തി നടപടി വന്ന അവസ്ഥയാകാം. ഇപ്പം നിനക്കത് കയ്പായിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കയ്പുകൾ മധുരത്തിലേക്കുള്ള ഒരു സാധ്യതയാണ്. ഈ കയ്പിനെ ബേസിക്കായിട്ട് അവസാനം വന്ന് നിൽക്കണ എവിടെയായിരിക്കും? മധുരത്തിലായിരിക്കും. കാര്യം ബേസിക്കായിട്ട് കർത്താവ് മധുരമാണ്. ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഈസ് ദ ലോർഡ് എന്ന് വെച്ചാൽ എത്ര മധുരമുള്ളതാണ് കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് കവർപ്പായാലും ചവർപ്പായാലും കയ്പായാലും അതെല്ലാം ക്രമേണ അവസാനിക്കാൻ പോണത് മധുരത്തിലായിരിക്കും. അതായത് സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. ഇതിന് ചില ഇംഗ്ലീഷില്ല, ആണ് ഞാൻ പറഞ്ഞത്. കർത്താവ് ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്, ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്. അതായത് കർത്താവ് എത്ര മധുരമുള്ളവനാണെന്ന് രുചിച്ചറിയുവിൻ. അതായത് നമ്മളെ കൃപാസനത്തിൻ്റെ അൾത്താറയിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നാൽ, അതായത് നീ കവർപ്പോ ചവർപ്പോ കയ്പോ ഒക്കെയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് ഒടുവിൽ വരാൻ പോകുന്നത് മധുരത്തിലേക്കാണ്. കാരണം ബേസിക്കായിട്ട് ദൈവം മധുരമാണ്. മനസ്സിലായില്ലേ? അത് ഉറ്റവരുടെ മരണമായാലും നിൻ്റെ ജപ്തി നടപടിയായാലും പരീക്ഷയുടെ തോൽവിയായാലും നിൻ്റെ ജോലി നഷ്ടമായാലും ജപ്തി നടപടിയായാലും കറങ്ങിത്തിരിഞ്ഞ് ഇത് തിരിച്ച് മധുരത്തിലേക്ക് വരാൻ സാധ്യതയെന്ന് പറയുന്നത് അമ്മയാണ് നിന്റെ ജീവിതം മധുരിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. കർത്താവ് തന്ന ഓൺലൈൻ വ്യാഖ്യാനമാണ്. എന്താണ്? ബേസിക്കായിട്ട് ദൈവം മധുരമുള്ളവരാണെന്ന് ഞാനും കേട്ടിട്ടില്ല. ഇപ്പോഴാണ് പരിശുദ്ധാത്മ പറയുമ്പോഴാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നിട്ട് ആത്മാവ് എന്താ പറഞ്ഞിരിക്കണത്? നീ ഇപ്പോൾ കയ്പിലാണ് ജീവിക്കണത് വിചാരിച്ചോ, അല്ലെങ്കിൽ നീ ചവർപ്പിലോ കവർപ്പിലോ ആണ് ജീവിച്ചിരിക്കണത്. പക്ഷേ ഇത് ക്രമേണ വെയിറ്റ് ആൻഡ് സീ, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ചെയ്യാൻ പറയും, അതായത് നീ കാത്തിരിക്കാൻ പറയും. കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ കാത്തിരിക്കുക, ദൈവസ്നേഹത്തിൽ കാത്തിരിക്കുക, പ്രത്യാശയിൽ കാത്തിരിക്കുക. 27 സങ്കീർത്തനം 14 തിരുവചനം വായിച്ചോളൂ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ഏറ്റു പറഞ്ഞ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം കാത്തിരിക്കുക എന്ന് വെച്ചാൽ വിശ്വാസികളോട് ദൈവം പറയുന്ന ഒരു നടപടിക്രമമാണ്. വെയിറ്റ് ചെയ്യാൻ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ ബി സിംസൺ എന്ന് പറഞ്ഞൊരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയുള്ള പി സിംസൺ കളിക്കവിള പാറശാലപ്പുറത്താണ്, കന്യാകുമാരിയില്ല. അത് ഭയങ്കര രസത്തെ ഡോക്ടർ CSI ആണ്. ഡോക്ടറുടെ അമ്മ പണ്ട് അക്രൈസ്തവയായിരുന്നു, പിന്നീട് CSI ആയതാണ്. പക്ഷേ CSI ആയതാണെങ്കിലും ഡോക്ടറും ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിലും ഡോക്ടറിൻ്റെ സാക്ഷ്യങ്ങൾ പറയണ കേൾക്കാൻ നല്ല രസമാണ്. അല്ലേ അതായത് ഡോക്ടറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങർക്ക് ഓൾ ഇന്ത്യ MD എൻട്രൻസ് എഴുതിയിരിക്കുക. ഓൾ ഇന്ത്യ MDയുടെ MBBS കഴിഞ്ഞു.
MD-ക്കുള്ള മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടിയുള്ള എൻട്രൻസ് കഴിഞ്ഞു. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര ഇൻ്റലിജൻ്റാണ്, നല്ല സ്കോർ ചെയ്യുന്ന ആളാണ്, നല്ല കോൺഫിഡൻസൊക്കെ ഉള്ള ആളാണ്. അതിൻ്റെ പേരിൽ പേഴ്സണൽ കോൺഫിഡൻസ് ഉള്ള ആളാണ്. ദാറ്റ് മീൻസ് ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ മെരിറ്റുള്ള ആളാണെന്നാണ്. ഉടമ്പടി എപ്പോഴും നോക്കുന്നത്, ഉടമ്പടിനെ ഈ നമ്മുടെ കപ്പാസിറ്റിയും നോൺ കപ്പാസിറ്റിയും അളക്കുന്നത് 2 വാക്കിലാണ്, മെറിറ്റ് ആൻഡ് ഗ്രേസിലാണ് പറയണത് എപ്പോഴും. ദാറ്റ് മീൻസ് ഹീസ് ബേസിക്കലി ഹീസ് എ മെറിറ്റോറിയസ് മാൻ. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ഒരു കോളേജിൽ കിട്ടി, MD അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത് പ്രൈവറ്റാണ്. പ്രൈവറ്റായപ്പോൾ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ പറഞ്ഞു, ബന്ധുക്കളൊക്കെ പറഞ്ഞ് പ്രൈവറ്റെങ്കിൽ പ്രൈവറ്റ്, കിട്ടിയതിന് പോകുന്നതല്ലേ ബുദ്ധി എന്ന് ചോദിക്കും. അപ്പോഴേ ഇവരുടെ ഈ ഡോക്ടറിൻ്റെ അമ്മ പറയും, നമ്മളെ അങ്ങനെയല്ല, നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ, അപ്പം അമ്മ ഇതിനേക്കാൾ മെച്ചമായ കാര്യങ്ങൾ നമുക്ക് തരും. ആ സാക്ഷ്യത്തിൻ്റെ സഞ്ചാരം ഭയങ്കര രസമാണ് പോണത് കേൾക്കാൻ. ചില ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറിനും ഉണ്ട് ആഗ്രഹം. കാര്യം പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും 1 കോടി 1.25 കോടി രൂപ വരും, ചിലവൊക്കെ വരും. അപ്പം നല്ല ബാങ്ക് പലിശയൊക്കെ വരും ശരിക്കും. പക്ഷേ എങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ, മുന്നോട്ട് പോകണമെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 10-40 വയസ്സുള്ളപ്പോഴൊക്കെ കടമൊക്കെ തീരത്തുള്ളൂ ചിലപ്പോഴേ. പക്ഷേ എങ്കിലും ഹയർ സ്റ്റഡി ചെയ്യാതിരിക്കാൻ അവിടെ പിടിച്ചു നിൽപ്പില്ല MBBSകാർക്ക്. പക്ഷേ എടുക്കുക. പക്ഷേ അമ്മ പറയും, നോ, നമ്മൾ ഉടമ്പടി എടുത്തതാണ്, അമ്മ മാതാവ് നമുക്ക് തരും, അമ്മ മാതാവ് ഇതിനൊക്കെ ബെറ്റർ ഓപ്ഷൻ തരും. അതാണൊരു വിശ്വാസം എന്ന് പറയണത്. കാത്തിരിക്കാൻ പറഞ്ഞില്ലേ, 27-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലേ, കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് അപ്ഡേഷനാണത്. ഉടമ്പടി എടുക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഗുണനിലവാരമുള്ള ഒരു അപ്ഡേഷൻ സംഭവിക്കും. ചിലർക്കത് വല്ലാണ്ടങ്ങ് സംഭവിക്കും. ചിലർ ഇങ്ങനെ ഒരു മരക്കഴുത പോലെ എടുക്കണോ എടുക്കാത്തതൊക്കെ കണക്കാണെന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ ചിലർക്ക് ക്ലെയിമുണ്ട്, അവർക്ക് ക്ലെയിം വെച്ച് കളിക്കാനറിയാം. അവരമ്മ പറഞ്ഞു, നോ നോ നോ, നമ്മളെ പ്രൈവറ്റിൽ പോകേണ്ട കാര്യമല്ല, നമുക്ക് ക്ലെയിമുണ്ട്. നമ്മുടെ ക്ലെയിം എന്താ? ഉടമ്പടി എടുത്തിരിക്കണമെന്ന്. ഷീസ് നോട്ട് എ കാത്തലിക്, ഷീസ് CSI, റിട്ടേൺ ഫ്രം ദ ഹിന്ദു കമ്മ്യൂണിറ്റി. പക്ഷേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ, അവരുടെ നിക്ഷേപം എന്താ? നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണമാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ മെച്ചമായ ഓപ്ഷൻ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലേട്ട് കൊള്ളാത്ത രീതിയിൽ മാതാവ് അമ്മമാതാവ് നമുക്ക് ചെയ്തു തരും. എനിക്ക് ഡയബറ്റിക് ചെറിയ രീതിയിലായിരുന്നു, നോർമലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കൺട്രോൾഡ് ആയിരുന്നു. പെട്ടെന്ന് ഞാൻ ആയുർവേദം ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഇത് പൂർണ്ണമായിട്ട് മാറുമോ എന്നറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അവിടെ ചെന്നപ്പോൾ അവർ എൻ്റെ വീട്ടിലേക്ക് മെഡിസിൻ എത്തിക്കുകയായിരുന്നു. ആ മെഡിസിൻ ഞാൻ കഴിച്ചു. അതിലൊരു മെഡിസിൻ എനിക്ക് കഴിക്കാൻ പാടില്ലാത്തതായിരുന്നു. എൻ്റെ ശരീരം 68 കിലോ ഭാരം ഉണ്ടായിരുന്നു അന്ന്. ഈ മരുന്ന് കഴിച്ചത് തുടങ്ങിയതോടുകൂടി വെയിറ്റ് നഷ്ടപ്പെട്ട് ലോയിലേക്ക് വന്നു. അവസാനം ഞാൻ ഓൺലൈൻ വഴി മെയിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചു. എൻ്റെ ശരീരത്തിൽ വളരെ വ്യത്യാസങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടു. വെയിറ്റ് കൂടാൻ തുടങ്ങി. അതേസമയം ഞാൻ അച്ഛനെ അപ്പോൾ ഫോണിൽ വിളിച്ചു. അച്ഛനെ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അച്ഛനെ കിട്ടാൻ വേണ്ടി ഞാൻ 3 ദിവസം പ്രാർത്ഥിച്ചു. എനിക്ക് അച്ഛനെ കിട്ടണം. എൻ്റെ വെയിറ്റ് എന്നാലും 68 കിലോ ആയ ഭാരം എൻ്റെ 52 കിലോയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്ത് ഭക്ഷണം കഴിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊന്നും തന്നെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നേരം മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിച്ചു. മാതാവേ, ഇതെന്താ എൻ്റെ ശരീരം ഇങ്ങനെ ആയിപ്പോണേ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, മെഡിസിൻ കഴിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അവർ നിർദ്ദേശിച്ച മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു. അതിലൊരു മെഡിസിനാണ് എനിക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. 3-ാം ദിവസമാണ് അച്ഛനെ എനിക്ക് ഫോണിൽ കിട്ടിയത്. യാദൃശ്ചികമായിട്ട് അച്ഛനാണ് 8 മണിക്ക് ഫോൺ എടുത്തത്. 7 മണിക്കാണ് ഫോൺ എടുത്തത്. ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ
അച്ഛൻ്റെ സൗണ്ടും എൻ്റെ സൗണ്ടും ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ എന്നെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു ഫോണിലൂടെ. പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി, യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ മരുന്ന് വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നു. 90 ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. ആ വെയിറ്റ് ലോയിലേക്ക് പോകണമല്ലാതെ എനിക്കൊരു ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ 400 എനിക്ക് ഷുഗർ കാണിക്കുന്നു. അവരെല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞത്, എന്താ നീ കഴിക്കുന്നത്, നീ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലെന്ന് ഓർത്തു. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് മാതാവിൻ്റെ നടയിൽ വന്ന് പറഞ്ഞു, മാതാവേ, നീ എനിക്ക് 63 കിലോ ഭാരം എനിക്ക് തരികയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. ഞാൻ എന്താ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു. കുറേ നേരം ഞാൻ ഒന്നും മിണ്ടാതെ കിച്ചണിൽ പോയി നിന്ന് എന്തൊക്കെ എടുത്തുകൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കുറേ റെഡ് കളറിലെ കുറേ സാധനങ്ങൾ എനിക്ക് കാണിച്ചു തരിക. അപ്പം ഞാൻ ചോദിച്ചത്, എന്താ എനിക്ക് ഈ റെഡ് കളറിലെ സാധനങ്ങൾ ഞാൻ കണ്ടതായിട്ട് ഓർക്കണില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ നടയിൽ വന്ന് ഞാൻ ചോദിച്ചത്, എന്താ റെഡ് കളറിലെ സാധനങ്ങൾ? അപ്പോഴാണ് എൻ്റെ അടുത്ത് മാതാവ് പറഞ്ഞ, റാഗി നീ കഴിക്കൂ, റാഗി കഴിച്ചാലും നിൻ്റെ ശരീരം ഒന്ന് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ റാഗി മേടിപ്പിച്ചു, കഴിച്ചു തുടങ്ങി. റാഗി പിന്നെ ഞാൻ ഗോതമ്പിൻ്റെ ആഹാരങ്ങൾ മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. അത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരീരത്തിലെ ഭാരം കൂടി തുടങ്ങി. പിന്നെ ഞാൻ 2 ദിവസം കഴിച്ചപ്പോൾ എനിക്ക് മടുപ്പായി. വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കഴിക്ക്, അത് കഴിക്ക്, ഹോസ്പിറ്റലൊന്നും പോവണ്ടെന്നാണ് മാതാവിൻ്റെ നിർദ്ദേശം. എന്നെ കാണുന്നവരൊക്കെ പറയുക, ഇതെന്താ ഈ കോല ക്ഷീണിച്ച് എല്ല് പോലെ ഇങ്ങനെ ഞാനിരുന്ന എൻ്റെ സ്കിന്ന് മുഴുവൻ ഇങ്ങനെ വലിഞ്ഞ് മുറുക്കി ഇതായിട്ട് ഒരു പ്രത്യേകതരം രൂപമായിരുന്നു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അച്ഛനെ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വെയിറ്റ് കൂടാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി, ബൈബിള് വായിക്കാൻ തുടങ്ങി. എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് 63 കിലോ ഭാരം വന്നു. അതുകൂടാതെ തന്നെ ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ബസ് ഡ്രൈവറാണ്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയില്ല, ബസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, ഞങ്ങൾ എങ്ങനെ ഇനി ജീവിക്കും? എൻ്റെ ഒരാളുടെ വരുമാനം കൊണ്ട് ഈ കുടുംബം എങ്ങനെ പോകും എന്ന് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞു, പേടിക്കണ്ട, നീ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനിത് ആരോടും പറഞ്ഞില്ല. ആ ആഴ്ചയിൽ തന്നെ ബസ് സ്റ്റോപ്പ് ചെയ്ത് ആ ആഴ്ചയിൽ തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് ജോലി കിട്ടി. ഇപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ബസ്സിൽ കയറിയിട്ടില്ല. അതുപോലെ തന്നെ മകൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചെറിയ മോനാണ്, അവന് വലിയ ബോൾ വന്ന് വയറിലടിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ അന്നേരം ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടി. അതിൻ്റെ ഫലമായി മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നില്ല. അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. 3 ദിവസം ഞാൻ പുരട്ടി, അവന് ഒരു കുഴപ്പവും ഇല്ല. അതുപോലെ തന്നെ മൂത്ത മോന് ഭക്ഷണം കഴിക്കുമ്പോൾ അവന് ഭയങ്കര വയറിന് വേദനയാണെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞ് എന്നും പറയലാണ്. ഞാൻ പറഞ്ഞു, മോനെ കഴിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ വെഞ്ചിരിച്ച് ഞാൻ മുട്ടയിൽ നിന്നുകൊണ്ട് അവനെ ഞാൻ നിർത്തി വെഞ്ചിരിച്ച് ഉപ്പും തൈലവും ഉപയോഗിച്ച് അവനെ ഞാൻ വയറിൽ പുരട്ടി കൊടുത്തു. 3 ദിവസം പുരട്ടി കൊടുത്തു. 3-ാം ദിവസം അവൻ എന്നോട് പറയുക, അമ്മച്ചി വേദനയൊന്നുമില്ല ഇപ്പം, എനിതാ ഇത് എന്തൊരു അത്ഭുതമാണിത് എന്ന് പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളിലും, ഇപ്പോഴും എൻ്റെ കാര്യങ്ങളിലെല്ലാം മാതാവ് ധാരാളമായിട്ട് ഇടപെടുന്നു. പേര് ഷെറി, വീട് ആലപ്പുഴയിലാണ്. ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് നിയോഗം എടുത്തിരുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അതിൻ്റെ സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. 2017 ഡിസംബർ 31-ാം തീയതി ആയിരുന്നു എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് ശേഷമാണ് ആ കുട്ടി മെൻ്റലി ഏബിൾ അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞങ്ങൾ പല ഡോക്ടേഴ്സിനെ കാണിക്കുകയും ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് കൊച്ചിലെ മുതലുള്ളതാണ്, അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല, ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കുറേശ്ശെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടിയുടെ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റത്തില്ല. 2-3 ഡോക്ടേഴ്സിനെ കാണിച്ചു, അവരെല്ലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇത് മുന്നോട്ട് പോയില്ല,
ഒരു കുടുംബജീവിതം കാണുന്നില്ല. അതുകൊണ്ട് നീ സഭാപരമായും ഇത് മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം ബ്രദറിനും സമ്മതമല്ലായിരുന്നു, കല്യാണം കഴിച്ചതല്ലേ ഇനി ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കാമെന്നുള്ളതായിരുന്നു. പിന്നെ അച്ഛൻ ആ പറഞ്ഞ ഒരു വാക്കിൻ്റെ ഇതിൽ ദൈവത്തിൻ്റെ നിയോഗം അതായിരിക്കാം എന്നുള്ളത് വെച്ച് അവൻ സമ്മതിച്ചു. പക്ഷെ ആ കുട്ടിയുടെ പേരൻസിനോട് സംസാരിക്കുമ്പോഴും അവരിതൊന്നും ഉൾക്കൊള്ളാനൊന്നും തയ്യാറായിരുന്നില്ല. അവരുടെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്.